ഇന്ന് ഒത്തുകൂടലിന്റെയും സ്നേഹവും കരുതലും പങ്കുവയ്ക്കലിന്റെയും ആഘോഷം. ലോകത്തിനുമേൽ അശാന്തിയുടെ തീനാളങ്ങൾ പടരുമ്പോൾ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും മഞ്ഞു പെയ്യിച്ചുകൊണ്ടാണ് ഇന്ന് വിശ്വാസി സമൂഹം ക്രിസ്മസ് ആഘോഷിക്കുന്നത്. നാം സമ്മാനങ്ങൾ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ക്രിസ്മസിന്റെ അന്യൂനമായ സമ്മാനം ക്രിസ്തുവാണെന്ന കാര്യം മറന്നുപോകരുതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ സമ്മാനിക്കുമ്പോഴാണ് ക്രിസ്മസ് അനുഭവമാകുന്നത്. ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലും മുങ്ങി ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് ആകരുത് ഇക്കുറിയെന്നും മാർപ്പാപ്പ വ്യക്തമാക്കി. സിറിയയിൽ കുട്ടികൾ നേരിടുന്ന പട്ടിണിയിലും തീവ്രവാദ ആക്രമണങ്ങളിലും മാർപ്പാപ്പ ദുഃഖം രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. തെക്കൻ കേരളത്തിലും ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി ആഘോഷിച്ചു. പള്ളികളിൽ തിരുപ്പിറവിയുടെ നിമിഷങ്ങൾ അനുസ്മരിച്ചു. പാതിരാ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. പുൽക്കൂടും മിന്നിമറയുന്ന നക്ഷത്രക്കൂട്ടങ്ങളും മാനത്തുനിന്ന് പെയ്തിറങ്ങിയ മഞ്ഞും നിറഞ്ഞ രാവിൽ തിരുപ്പിറവി സ്മരണകൾ ഉരാണ്ടിനിപ്പുറം വീണ്ടും നിറഞ്ഞു. വിണ്ണിൽ നിന്നും മണ്ണിലേക്കെത്തിയ ദൈവപുത്രനെ ആഘോഷ നിറവിൽ വിശ്വാസികൾ വരവേറ്റു. പള്ളികളിൽ പാതിരാ കുർബാന ചൊല്ലിയതോടെ നാട്ടിലെങ്ങും തിരുപ്പിറവിയുടെ സ്മരണകൾ ഉണർന്നു. ആ ഓർമ്മയിൽ പള്ളികളിൽ കൂട്ടമണി മുഴങ്ങി. ആൾത്താരയിലെ ഉണ്ണിയേശുവിന്റെ രൂപം പുരോഹിതർ പുൽക്കൂട്ടിലെത്തിച്ച് ശുശ്രൂഷകൾ നൽകി. തലസ്ഥാനത്തെ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപത സഹായമെത്രാൻ ക്രിസ്തുദാസ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയസ് ക്ലിമിസ് കാതോലിക്ക ബാബ കുർബാനയ്ക്ക് നേതൃത്വം നൽകി. ഇത്രമാത്രം സ്നേഹം നമുക്ക് നൽകുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തെ നാം സന്തോഷത്തോടുകൂടി ലോകം മുഴുവൻ പ്രഘോഷിക്കുന്ന ദിവസമാണ് ക്രിസ്മസ്. കൂടാതെ തിരുവനന്തപുരത്തെ വിവിധ പള്ളികളിലും തിരുപ്പിറവിയുടെ ഭാഗമായി പ്രത്യേകം പ്രാർത്ഥനകൾ നടന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. മധ്യ കേരളത്തിലെ വിവിധ പള്ളികളിൽ നടന്ന പാതിരാ കുർബാനയിലും തിരുനാൾ ചടങ്ങുകളിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പരിസ്ഥിതിയും പ്രകൃതിയും സംരക്ഷിക്കാനുള്ള ചുമതല വിശ്വാസ സമൂഹം ഏറ്റെടുക്കണമെന്ന് സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. ആഘോഷങ്ങളിലെ ആർഭാടം ഒഴിവാക്കണമെന്ന് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പറഞ്ഞു. യൂദായ രാജ്യത്തെ ബത്ലഹേമിൽ ദൈവം മനുഷ്യനായി പിറന്നതിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ക്രൈസ്തവ വിശ്വാസികൾ. കാലിത്തൊഴുത്തിലെ ദൈവപുത്രന്റെ ജനനം അനുസ്മരിച്ച് പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ നടന്ന പാതിരാ കുർബാനയ്ക്ക് സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കാർമ്മികത്വം വഹിച്ചു. കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിലും ക്രിസ്മസിനോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. ബസേലിയസ് തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാവ കോതമംഗലം മാർത്ത മറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രൽ വലിയ പള്ളിയിലെ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. 26 വർഷം പള്ളിയിൽ ശാന്തമായി തൃശൂർ ലൂർദ് പള്ളിയിൽ തൃശൂർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തും, കുന്നംകുളം പള്ളിയിൽ ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദീൻ കാത്തോലിക്ക ബാവയും പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. മലബാറിലെ പള്ളികളിലും തിരുപ്പിറവി ആഘോഷിച്ചു. പള്ളികളിൽ പാതിരാ കുർബാനയും നടന്നു. പാതിരാ കുർബാനയ്ക്ക് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ, ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയിൽ എന്നിവർ നേതൃത്വം നൽകി. കോഴിക്കോട് ദേവമാതാ ദേവാലയത്തിൽ കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. താമരശ്ശേരി മേരിമാതാ ദേവാലയത്തിൽ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു പാതിരാ കുർബാന. മാനന്തവാടി കണിയാരം സെന്റ് ജോസഫ് ദേവാലയത്തിൽ ബിഷപ്പ് മാർ ജോസ് പെരുന്നടം പാതിരാ കുർബാനയ്ക്ക് നേതൃത്വം നൽകി. കാസർഗോഡ് കോട്ടക്കണി സെന്റ് ജോസഫ് ചർച്ചിൽ ഫാദർ മാണി മേൽവട്ടവും വെള്ളരിക്കുണ്ട് ലിറ്റിൽ ഫ്ലവർ ഫെറോന പള്ളിയിൽ ഫാദർ ആന്റണി തെക്കേമുറിയിലും തിരുപ്പിറവി ആഘോഷങ്ങൾക്കും പാതിരാ കുർബാനയ്ക്കും കാർമ്മികത്വമേകി.
തലശ്ശേരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ കണ്ണൂർ രൂപതാ മെത്രാൻ അലക്സ് വടക്കുംതലയുടെ നേതൃത്വത്തിലായിരുന്നു കുർബാന. മാഹി വിശുദ്ധ അമ്മ ത്രേസ്യ ദേവാലയം, ഹോളി ട്രിനിറ്റി ചർച്ച് തുടങ്ങി വിവിധ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയിലും തിരുപ്പിറവി ആഘോഷങ്ങളിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.